പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 7-ാം മാസത്തിൻ്റെ 18-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ 37-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കാം, അവനിൽ തന്നെ ആശ്രയിക്കാം, അവനത് നിർവഹിക്കും. വർദ്ധനവിനും സംരക്ഷണത്തിനും സുരക്ഷിതത്വനുമായിട്ട് മനുഷ്യർ തങ്ങൾക്കുള്ള പല കാര്യങ്ങളും പ്രാപ്തരെന്ന് തോന്നുന്ന വിശ്വസ്തരെന്ന് തോന്നുന്ന മറ്റുള്ളവരുടെ പക്കൽ ഏൽപ്പിക്കാറുണ്ട്. സ്വന്തം മക്കളെ വിട്ട് യാത്ര പോകേണ്ടി വരുന്ന മാതാപിതാക്കളും ഉപരിപഠനത്തിനായി തങ്ങളിൽ നിന്നും ദൂരെ പോകേണ്ടി വരുന്ന മക്കളെ സംബന്ധിച്ചും ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അതുപോലെ തങ്ങളുടെ വീടും വസ്തുക്കളും വിശ്വസ്തരെന്നും പ്രാപ്തരെന്നും തോന്നുന്ന മറ്റുള്ളവരുടെ പക്കൽ ഏൽപ്പിച്ചിട്ട് ചിലർ ജോലിക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ ദൂരെ യാത്ര പോകാറുമുണ്ട്. തങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും വേണ്ടിയാണല്ലോ ബാങ്കുകളിൽ മറ്റു സ്ഥാപനങ്ങളിലും നിക്ഷേപിക്കുന്നത്. ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു കാര്യം വ്യക്തമാണ്. നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോൾ ഒന്നാമതായി അവർ നമ്മേക്കാളും പ്രാപ്തരും വിശ്വസ്തരും എന്ന് നാം എണ്ണുന്നു. അവർ കൃത്യതയോടും വിശ്വസ്തയോടും കൂടെ ഭംഗിയായി അത് ചെയ്യുമെന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ ഇങ്ങനെ വിശ്വസിച്ച എത്രയോ പേർ ചതിക്കുകയും ചതിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നാം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിവർത്തിപ്പാൻ കഴിയുന്ന ആരെങ്കിലും ലോകത്തിലുണ്ടോ? എന്നാൽ ഭക്തർ ഇപ്രകാരം പറയുന്നു, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ദൈവവചനത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ പ്രാപ്തിയും നാം തിരിച്ചറിയേണ്ടത്. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ മുഴുവൻ ജീവിതത്തെയും ജീവിതത്തെയും ചെറുതും വലുതുമായ എല്ലാ കാര്യവും സമസ്ത ആവശ്യങ്ങളെയും ദൈവത്തെ വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക എന്നതാണ്. മറ്റു പലരെയും പരീക്ഷിച്ച് നോക്കി പരാജയപ്പെട്ടപ്പോൾ മറ്റ് പോംവഴി ഒന്നുമില്ലാത്തതിനാൽ ദൈവത്തെ ഏൽപ്പിക്കുക എന്നുമല്ല അതിനർത്ഥം. പൂർണ്ണ വിശ്വാസത്തോടും മനസ്സോടും സന്തോഷത്തോടും തൃപ്തിയോടും കൂടെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ അർപ്പിച്ചാൽ അവിടുന്ന് നാം ചിന്തിക്കുന്നതിനേക്കാൾ ഭംഗിയായി നമ്മുടെ കാര്യങ്ങൾ നടത്തിത്തരും. ആമേൻ. സുവിശേഷം അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അത് നാം തിരിച്ചറിയണം. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്കയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടത്തുന്നു എങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. യെരൂശലേമിൻ്റെ തകർച്ച നിമിത്തം ഉപവസിച്ച് വളരെ കരഞ്ഞ വ്യക്തിയാണ് നെഹമ്യാവ്. തൻ്റെ മുഖത്തിൻ്റെ ഭാവമാറ്റം ശ്രദ്ധിച്ച രാജാവ് കാര്യം തിരക്കിയപ്പോൾ നെഹമ്യാവ് വീണ്ടും തൻ്റെ വഴി ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് രാജാവിനോട് തൻ്റെ കാര്യം അവതരിപ്പിച്ചത്. അതുപോലെ രാജാവിൽ നിന്നും തനിക്ക് ലഭിച്ച അനുവാദം രാജാവ് തൻ്റെ പ്രാർത്ഥനയുടെയും തൻ്റെ സത്യസന്ധതയും തിരിച്ചറിഞ്ഞുകൊണ്ട് രാജാവിനോട് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടതെല്ലാം രാജാവ് ഭംഗിയായി ചെയ്തു കൊടുത്തു. എങ്കിലും ലക്ഷ്യം നിറവേറുന്നതിന് വേണ്ടി നെഹമ്യാവ് വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി. ആമേൻ. ഇതിനിടയിൽ എണ്ണമറ്റ വെല്ലുവിളികളും ഭീഷണികളും പരിഹാസങ്ങളും വന്നെങ്കിലും അവനത് നിർവഹിച്ചു. മതിലിൻ്റെ പണി ദേവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ സകലതും ഭംഗിയായി നിർവഹിച്ചു തീർക്കുവാൻ ഇടയായി. അതിന് കാരണം
തൻ്റെ പ്രാർത്ഥന, തൻ്റെ എല്ലാ കാര്യാദികളെയും ദൈവ കരങ്ങളിൽ സമർപ്പിച്ചത് കൊണ്ടാണ്. മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ദൈവം സകല കാര്യങ്ങളും നിർവഹിക്കുവാനിടയായി. വെറും 6 ലക്ഷത്തിൽ താഴെ മാത്രം സൈന്യങ്ങൾ ഉണ്ടായിരുന്ന ആസയുടെ നേരെ 10 ലക്ഷം യോദ്ധാക്കളുമായി കൂശ്യനായ സേരഹ് യുദ്ധത്തിന് വന്നു. ആസ തൻ്റെ ബലഹീനതയെ മനസ്സിലാക്കി പൂർണ്ണമായും തൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു, പ്രാർത്ഥിക്കുവാനിടയായി. പ്രാർത്ഥന കേട്ട ദൈവം കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചു കൊടുത്തു. വലിയൊരു ജയം തൻ്റെ മേൽ ദൈവം നൽകുവാനിടയായി. മല്ലനായ ഗോലിയോത്തിനെ നേരിടാൻ ഇസ്രായേലിൽ ആർക്കും ത്രാണിയില്ലായിരുന്നു. ശൗലിന്റെ സൈന്യത്തിനോ ശൗലിനോ ഗോലിയോത്തിനോട് മല്ലിടുവാൻ ധൈര്യമില്ലാതെ പോയി. എന്നാൽ അവന്റെ നിമിത്തം അവർ ഏറ്റവും ഭയപ്പെട്ടു. എന്നാൽ ദാവീദ് തൻ്റെ വഴി ദൈവത്തെ ഭരമേൽപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു മല്ലന്റെ നേരെ അടുത്തു. ദാവീദ് ഒരു കവണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്തനെ തകർത്തു. അവൻ ജയിച്ചു. ഹല്ലേലൂയ. ചെറുബാലനായിരുന്ന ദാവീദിനെ കൊണ്ട് മല്ലനെ ജയിക്കുവാനുള്ള ശക്തി ദൈവം അവന് കൊടുത്തു. അതേ പ്രിയ ദൈവമൈതലേ, സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. ദൈവം അത് നിർവഹിക്കും, ദൈവം അത് നിവർത്തിക്കും. നമ്മുടെ ഏത് ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ നാം കൊടുക്കുകയാണെങ്കിൽ ദൈവം നിശ്ചയമായി നമുക്കായി അത്ഭുതം ചെയ്യുവാനിടയാകും. മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പ്രിയ ദൈവമൈതലേ, ഈ പ്രഭാതം നമുക്കും ദൈവത്തിൽ ആശ്രയിക്കാം. നാം എത്ര തന്നെ മനുഷ്യനിൽ ആശ്രയിച്ചാലും നാം ലജ്ജിച്ചു പോകുവാനിടയാകും. സഹോദരങ്ങളിൽ ആശ്രയിച്ചവർ ലജ്ജിച്ചു പോയിട്ടുണ്ട്. സംഘടനയിൽ ആശ്രയിച്ചവർ ലജ്ജിച്ചു പോയിട്ടുണ്ട്. സ്തോത്രം. സ്നേഹിതരിൽ ആശ്രയിച്ചവർ ലജ്ജിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച ഒരു ദൈവവൈതലും സ്തോത്രം വിശ്വാസത്തോടെ പ്രത്യാശയോടെ നീ ദൈവത്തിൽ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. അത് ഏത് കാര്യമാകട്ടെ, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ആമേൻ. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. ആകയാൽ ഇന്ന് പകൽ നിന്റെ വിഷയങ്ങളെ നിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ പ്രഭാതം തിരിച്ചറിഞ്ഞുകൊണ്ട് സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ നിന്റെ വഴി യഹോവയെ ഭാരമേൽപ്പിക്കാം. അവനിൽ തന്നെ ആശ്രയിക്കാം. അവനത് നിർവഹിക്കുവാനിടയാകും. നമ്മുടെ കണ്ണുകളെ ദിവസത്തിലടയ്ക്കാം. നമ്മുടെ വിഷയങ്ങളെ നിർവഹിക്കുന്ന, അവൻ നടത്തിത്തരുന്ന, നിവർത്തിക്കുന്ന, നമ്മുടെ കാര്യങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ കട്ടങ്ങളെ, നമ്മുടെ രോഗങ്ങളെ സകലതും അറിയുന്ന ഒരു ദൈവം ഇന്ന് പ്രഭാതമുണ്ട്. അവൻ്റെ പേരത്തെ നസ്രയനായ യേശു. ആമേൻ. ആ നസ്രയനായ യേശുവിൽ നമുക്ക് ഈ പ്രഭാതം ആശ്രയിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം ഞങ്ങൾ യേശുവിൽ ആശ്രയിക്കുന്നു. മനുഷ്യനിൽ ആശ്രയിച്ച് ഞങ്ങൾ ലജ്ജിച്ചു പോയിട്ടുണ്ട്. മനുഷ്യനിൽ ആശ്രയിച്ച് ഞങ്ങൾ നിരാശരായിട്ടുണ്ട്. കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രഭാതം അനേകർ വാക്ക് പറഞ്ഞവർ എല്ലാം മാറിപ്പോയപ്പോൾ ഞങ്ങൾ ആശ്രയിച്ചവർ ഞങ്ങളെ കബളിപ്പിക്കുകയും ഞങ്ങളെ സ്തോത്രം ഹല്ലേലൂയ ഞങ്ങളിൽ നിന്നും അകന്നു പോവുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ദൈവത്തിൽ സ്തോത്രം ആശ്രയിച്ചു. എല്ലാ ആശ്രയങ്ങളും വ്യർത്ഥമായി പോയപ്പോൾ ഞങ്ങൾ യഹോവയിൽ ആശ്രയിപ്പാനിടയായി. ഇന്ന് പ്രഭാതം ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ്, ഞങ്ങളുടെ അവസ്ഥകളെ അറിഞ്ഞ് ഞങ്ങളെ നടത്തിയ നല്ല നാഥൻ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ എന്നെ നടത്തുന്നുവെന്ന് ഭക്തൻ പാടിയതുപോലെ ഞങ്ങളെ നന്നായി നടത്തുന്ന ഒരു നല്ല നാഥൻ്റെ കരങ്ങളിൽ ഇന്ന് പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ, വാത്സല്യ കുഞ്ഞുങ്ങളെ എല്ലാവരും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. സ്വർഗം അത്ഭുതം ചെയ്യും, മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ.
താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.